ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മണിക്കൂർ ട്രാവലോഗ്രാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹോം ടൂറാണ്. ഞാൻ മധ്യപ്രദേശിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോൾ ഒരു പെയിങ് ഗസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഹോം ടൂർ കാണിക്കാമെന്ന്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. പിന്നെ ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഗൈസ്. സമ്മർ സീസണാണ്. ബട്ട് 2-3 ഡേയ്സ് കൊണ്ട് ഈവനിങ് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തണുപ്പുണ്ടായിരുന്നു. പക്ഷേ നാട്ടിലെ പോലെ ഹ്യൂമിഡിറ്റി ഇല്ല. സോ അതുകൊണ്ട് ഒരു പ്രഷർ കുക്കറിനകത്ത് ഇരിക്കുന്ന എഫക്റ്റ് ഇല്ല. ജസ്റ്റ് ചൂടുണ്ട്. അങ്ങനെ ഇനിയും കൂടും എന്നാണ് പറയുന്നത്. 45 ഡിഗ്രി വരെ പോകും എന്നാണ് പറയുന്നത്. എന്തായാലും കണ്ടു നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 3 ഗേൾസാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ 3 പേരും ഒരേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരാൾ പോയിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി എനിക്കും എൻ്റെ വേറൊരു ഫ്രണ്ട്, എൻ്റെ കൂടെ തന്നെയുള്ള ഫ്രണ്ടിനും അവധിയാണ്. കാരണം ഇന്നലെ ഈദായിരുന്നല്ലോ. ഇന്നലെ നമുക്ക് എക്സ്ട്രാ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. സോ ഇന്ന് നമ്മളോട് ലീവ് എടുത്തോളാൻ പറഞ്ഞു. സോ മൂന്നാമത്തെ ആൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അവൾക്ക് ഇന്നലെ ലീവ് കിട്ടി. സോ ഇന്ന് എന്തായാലും പോകണമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു ഹോം ടൂർ ചെയ്യാം. സോ നമുക്ക് എന്തായാലും വീട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ നിൽക്കുന്നത് 2nd ഫ്ലോറിലാണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. അപ്പോൾ ഇതാണ് ഹോള് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഈ എൻട്രൻസിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇതാണ് ഹോള്. ഫാനുണ്ട്, ഒരു ചെറിയ കൂളറുണ്ട്. ബട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇവിടെ ഫാൻ ഇനഫാണ്. ഇത് ചെറിയൊരു അൽമര പോലെ തന്നിട്ടുണ്ട്. നമ്മൾ 3 പേരുണ്ടല്ലോ. സോ മൂന്നാമത്തെ ആൾക്ക് വേണ്ടിയിട്ടാണത്. പിന്നെ ഇത് നമുക്ക് സ്റ്റഡി ടേബിൾ തന്നു. 3 പേർക്ക് 3 സ്റ്റഡി ടേബിൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റഡി ടേബിളിലാണ് 3 പേരും പഠിക്കുന്നത്. കാരണം അത് അത്രയും ഇനഫാണ്. പിന്നെ ഇവിടെ ഒരു കട്ടിൽ പോലെ ഉണ്ട്. പിന്നെ ചെയർ വന്നിട്ടുണ്ട്. ഇവിടെയും നമ്മൾ വന്ന് കിടക്കാറുണ്ട്. ബട്ട് നൈറ്റ് കിടക്കാറില്ലെങ്കിലും പകലൊക്കെ വന്ന് ഇരിക്കാറുണ്ട്. അങ്ങനെ അതിനൊക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ 3 പേരും ഇരുന്ന് സംസാരിക്കുന്ന പ്ലേസാണത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പഠിക്കാനും സംസാരിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന, നമ്മുടെ എന്താ പറയുക, ഫ്രീ ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്പേസിലിരുന്നിട്ടാണ്. പിന്നെ ഇവിടെ ഒരു കസേരയുണ്ട്. ഇത് ഡോക്ടർ സ്കോട്ട് വാഷ് ചെയ്യണം ഗൈസ്. ഇന്ന് വാഷ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് 2 എണ്ണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടെന്ന്. സോ 3 എണ്ണം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിങ്ങനെ എന്താണ് വേസ്റ്റ് ബാഗ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇവിടെയും ഒരു ഇതുണ്ട്, കസേരയുണ്ട്. കിച്ചണിൽ ഒരു സ്ലാബേ ഉള്ളൂ. സോ അധികം സാധനങ്ങൾ വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മളിവിടെ എന്താണ് ഈ ഒരു പേസ്റ്റ് ബോർഡിനകത്താണ് ഇങ്ങനെ അരി, പാസ്ത അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ 3 കുപ്പി വെള്ളം നിറച്ച് വയ്ക്കും. പിന്നെ പഴമൊക്കെ നമ്മൾ മേടിച്ച് വയ്ക്കും ഗൈസ്, വിശക്കുമ്പോൾ കഴിക്കാനും അങ്ങനെയൊക്കെ. സോ ഹോളിൽ നിന്ന് നേരെ വന്നാൽ പിന്നെ ഇവിടെ കിച്ചണാണ്. സോ ഇതൊരു ചെറിയ കിച്ചണാണ്. എന്താണ് ഗ്യാസ് സിലിണ്ടർ, സ്റ്റൗ അതെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വയ്ക്കാനായിട്ടുള്ള ഒരു സ്ലാബ്, അങ്ങനെ അത്രയ്ക്കുള്ളൂ. പിന്നെ ഇത് നമ്മൾ കുടിക്കുന്ന വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. കുടിക്കുന്ന വെള്ളം താഴെ നിന്ന് അവർ തരും. കാരണം ഇവിടെയുള്ള വെള്ളം ഈ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ കഴുകാനൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞു. കുടിക്കാനുള്ളത് അവർ ഫിൽറ്റർ ചെയ്ത വെള്ളം താഴെ നിന്ന് നമുക്ക് തരും. ഇനി അടുത്ത് ഇവിടുന്ന് ഹോളിൽ നിന്ന് നമ്മൾ റൂമിലേക്കുള്ളതാണ് വഴി. സോ ഇപ്പം നമുക്ക് താഴെ നോക്കുമ്പോൾ കണ്ടോ, താഴെയൊക്കെ കാണാൻ കഴിയും. ഇത്രയും ഹൈറ്റ് ഉണ്ട് ഗൈസ്. റൂഫ് ഇത്രയും ഹൈറ്റ് ഉണ്ട്. വെന്റിലേഷന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ എന്താ പറയുക, പുറത്തോട്ടുള്ള ഒരു ഓപ്പണിങ് കാണും. എല്ലായിടത്തും വെന്റിലേഷൻ ഉണ്ട്. കണ്ടു ഇത്രയും. പിന്നെ ഇത് ബെഡ്റൂമാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് ബാത്റൂം. ഇവിടെ ബാത്റൂം ഉണ്ട്. സോ ബാത്റൂം ഉണ്ട് ഗൈസ്. സോ ഇതാണ് നമ്മുടെ ബെഡ്റൂം. 3 പേർക്കും 3 കട്ടിലുണ്ട്. പിന്നെ നമുക്ക് കൂളർ തന്നിട്ടുണ്ട്. ഭയങ്കര ചൂടാവുമല്ലോ, അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കൂളറും തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു അൽമാരയുണ്ട്. സോ ഇവിടെ നമുക്ക് സാധനങ്ങൾ വയ്ക്കാം. അങ്ങനെ സോ ഇത്രയാണുള്ളത്. പിന്നെ ഈ കതവ് തുറന്നാൽ നമുക്ക് വീടിൻ്റെ വേറൊരു എന്താണ് റൂമിലേക്ക് എത്തും. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് അവൈലബിലിറ്റി തന്നിട്ടുണ്ട്.
സോ ആ കതവ് തുറന്നിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കാൻ പോകുന്നത്. കാരണം അവർക്ക് ഇങ്ങ് കൊണ്ടുവയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ അതുവരെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഫ്രിഡ്ജ് നമുക്ക് തന്നിട്ടുണ്ട്, കൂളർ തന്നിട്ടുണ്ട്, പിന്നെ സ്റ്റഡി ടേബിൾസ് എല്ലാം തന്നിട്ടുണ്ട്, പിന്നെ കസേരകളൊക്കെ ഒരുപാട് തന്നിട്ടുണ്ട്, ആവശ്യത്തിലധികം ഇരിക്കാം. പിന്നെ എല്ലാം കൂടി ഒരു 4 ബെഡുണ്ട്, പിന്നെ 2 അൽമിറ തന്നിട്ടുണ്ട്, വേസ്റ്റ് ബിൻ അതെല്ലാം ഉണ്ട്. അത് അപ്പുറത്തെ വീടാണ് ഗൈസ്, ഓപ്പോസിറ്റ് വീട് ഗൈസ്. പിന്നെ വാഷിംഗ് മെഷീനും തന്നിട്ടുണ്ട്, കണ്ടോ, വാഷിംഗ് മെഷീനുണ്ട്, എല്ലാം ഉണ്ട്, കണ്ടോ. ഒരു പശു നടന്നു പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പശുക്കളെല്ലാം നടന്നു പോകും ഗൈസ്. അപ്പോൾ ഇനി സ്റ്റെപ്പ് കയറി പോയാൽ 3rd ഫ്ലോറിലോട്ട് പോവാം. അവിടെയും പേയിങ് ഗസ്റ്റായിട്ട് ഗേൾസ് ഉണ്ട്. അപ്പോൾ താഴെ ഫാമിലി, അതായത് ഓണറും ഫാമിലിയൊക്കെയാണ് താമസിക്കുന്നത്. 2nd ഫ്ലോറിൽ നമ്മളും, മുകളിൽ വേറെ 3 ഗേൾസും താമസിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടിയിരിക്കുന്നത് നല്ലൊരു സേഫ് ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ 3 പേരും ഹാപ്പിയാണ് ഇവിടെ. അതുപോലെ തന്നെ ലൊക്കാലിറ്റിയും കൊള്ളാം. പിന്നെ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് നിയർ ബൈ. അപ്പോൾ ഈവനിങ് 6 മണി കഴിയുമ്പോഴത്തേക്ക് അവിടെ മാർക്കറ്റ് ഓപ്പൺ ആവും. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം വാങ്ങാം, ജസ്റ്റ് നടന്നു പോയാൽ മതി. അത് മാത്രമല്ല ഗ്രൗണ്ടുണ്ട്. അപ്പോൾ ഈവനിങ് നമുക്ക് പോയി ഒരു എക്സസൈസ് പോലെ പോയി നടക്കാം, എന്താ പറയുക, റണ്ണിങ് ചെയ്യാം, ജോഗിങ് ചെയ്യാം, എല്ലാം ഇതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇടയ്ക്കൊക്കെ പോയി നമ്മൾ നടക്കാറുണ്ട്, മിക്ക ദിവസങ്ങളും നടക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ. കാരണം നമുക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ട് പിന്നെ ഓരോന്നും ചെയ്യണമല്ലോ. പക്ഷേ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്, നമ്മൾ പോയി നടക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു വീട്. അപ്പോൾ നമ്മൾ ഇവിടെ നല്ല സന്തോഷത്തിലാണ് കഴിയുന്നത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മളിതൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്. ഞാൻ ആക്ച്വലി പെട്ടെന്ന് ഒരു എന്താണ് പറയുക, മുന്നേ ഒന്നും അറേഞ്ച് ചെയ്യാതെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് ഒറ്റ ദിവസം കൊണ്ട് അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഒരു അറേഞ്ച്മെൻറ്റ്സും ഇല്ലാതെ വന്നിട്ട് ഇത്രയും കിട്ടിയതിൽ ഭയങ്കര സന്തോഷമാണ്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും. ഇവിടുന്ന് ഹോസ്പിറ്റൽ വളരെ അടുത്താണ്, ഒരു 10 to 15 മിനിറ്റ്സ് മതി എത്താൻ. ഇപ്പോൾ നമ്മൾ ഓട്ടോയിൽ പോകുന്നതുകൊണ്ടാണ് അത്രയും ടൈം. എനിക്ക് തോന്നുന്നു 2 വീലറിലൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് 5 to 7 മിനിറ്റ്സിൽ നമ്മൾ ഹോസ്പിറ്റലിലെത്തും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ്. അപ്പം മധ്യപ്രദേശിൽ നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ ഹോം ടൂറാണ് ഇവിടെ കാണിച്ചത് ഞാൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ള. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.